തൃക്കരിപ്പൂരിൽ LDF ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷം നേടുമെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപ്പിലാക്കിയതിന് LDFന് ജനങ്ങൾ വോട്ട് ചെയ്യും. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ LDF ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും VPP മുസ്തഫ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മണ്ഡല രൂപീകരണം മുതൽ ഇടതിൻ്റെ കോട്ടയാണ് തൃക്കരിപ്പൂർ മണ്ഡലം. ആ കോട്ട കാക്കാൻ ഇത്തവണ VPP മുസ്തഫയെ പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നു. ആ കോട്ട VPP കാക്കുമോ? ഈ കോട്ട കാക്കാൻ തീരുമാനിച്ചു പാർട്ടി. ആ നിലയ്ക്കാണ് താങ്കൾ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ 1977 തൃക്കരിപ്പൂർ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം മാത്രമല്ല, യഥാർത്ഥത്തിൽ ഐക്യ കേരളം രൂപീകരിച്ച ശേഷം ഉണ്ടായ 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ തൃക്കരിപ്പൂർ മണ്ഡലം, അതിലിപ്പോൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം പഴയ നീലീശ്വരം മണ്ഡലം ഇടതുപക്ഷത്തെ മാത്രമേ ജയിപ്പിച്ചിട്ടുള്ളൂ. 57 മുതൽ നാളിതുവരെ ഈ നിലയിൽ ഇടതുപക്ഷത്തെ മാത്രം ഇടതുപക്ഷ പ്രതിനിധികൾ മാത്രം ജയിച്ചു കയറിയിട്ടുള്ള മണ്ഡലത്തിൽ സ്വാഭാവികമായും ഇത്തവണ ആ ചരിത്രവും പാരമ്പര്യവുമെല്ലാം തുടരാനാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ആത്മവിശ്വാസം ഈ തുടർച്ച മാത്രമല്ലല്ലോ, ആത്മവിശ്വാസത്തിൻ്റെ മറ്റ് ഘടകങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും കേരളത്തിലെ LDF സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, ജനക്ഷേമവും നാടിൻ്റെ വികസനവുമാണ് നവകേരള സൃഷ്ടിക്ക് വേണ്ടി പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി മുഖമുദ്രയാക്കിയിട്ടുള്ളത്. അത് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വിവിധ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സർവേകളിലെല്ലാം തെളിയുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടോ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? 5 തരത്തിൽ മാർക്കിടാൻ വേണ്ടിയിട്ടാണ് എല്ലാ സർവേകളിലും പറഞ്ഞത്. മികച്ചത്, വളരെ മികച്ചത്, ശരാശരി, മോശം, വളരെ മോശം. ഏതാണ്ട് 60 മുതൽ 70% വരെ ആളുകൾ ശരാശരിയിലും അതിന് മുകളിലുമാണ് ഈ സർക്കാരിന് മാർക്കിട്ടിരിക്കുന്നത്. 30% അതിന് താഴെയോ മാത്രമാണ് ഗവൺമെൻറ്റിനെ കുറിച്ച് മോശം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല, ഈ ഗവൺമെൻറ്റിനെ അംഗീകരിക്കുന്നു. അതിൻ്റെ വലിയ അനുഭവ സാക്ഷ്യമാണ് തൃക്കരിപ്പൂർ മണ്ഡലം. ഈ 10 വർഷം കൊണ്ട് 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, സർവ്വതോന്മുഖമായ പുരോഗതിയാണ്. നേരത്തെ കാസർഗോഡിനെക്കുറിച്ചും തൃക്കരിപ്പൂരിനെക്കുറിച്ചും പുറത്തുള്ളവർ പറയാറുള്ളത് അവികസിത പ്രദേശം എന്നാണ്. ആ പറച്ചിലിന് ഇനി കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ അർത്ഥമില്ല. പുതിയ കാലത്തിനനുസരിച്ച് പുതിയ വികസനം വരാനുണ്ട്. എന്നാൽ അവികസിതമാണ് കാസർഗോഡ് എന്ന് പറയാൻ കഴിയില്ല, പിന്നോക്കമാണ് തൃക്കരിപ്പൂർ എന്ന് പറയാൻ കഴിയില്ല. അത്രയേറെ വികസനവും മുന്നേറ്റവുമാണ് ഉണ്ടായിരിക്കുന്നത്. ആ വികസനത്തിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് വിജയം ആവർത്തിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പറയുന്നത്. തീർച്ചയായും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥികളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അതുതന്നെയാണ് തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയും മുന്നോട്ട് വയ്ക്കുന്നത്. കാസർഗോഡ് നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.